ഈ രാജ്യത്തിന്റെ അന്തസത്ത മുഴുവൻ കളഞ്ഞു കുടിക്കുന്ന രീതി, ഈ രാജ്യത്ത് മുഴുവനായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ കൃത്യമായി BJP തയ്യാറാക്കിയ പ്ലാൻ പ്രകാരമാണ് നിർമ്മല സീതാരാമൻ പ്രവർത്തിക്കുന്നത്. വാസ്തവത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ഇത്രത്തോളം അവജ്ഞ മറ്റൊരു സർക്കാരും കേന്ദ്ര സർക്കാരും കാണിച്ചിട്ടില്ല. എന്തിനധികം പറയുന്നു, അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പോലും ഉണ്ടായിരുന്ന ബജറ്റുകളിൽ ഇതിനേക്കാൾ ഭേദമായിരുന്നു എന്ന് പറയുന്ന സാഹചര്യം. അത്രമാത്രം വിഷ മനസ്സോടുകൂടി പല നേതാക്കളും ചിന്തിക്കുന്നതിന്റെ ഭാഗമാണ്. അതായത് ഏറ്റവും കുറച്ച് സീറ്റ് കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ BJPയുടെ കേന്ദ്രമന്ത്രിസഭ ഒരു രീതിയിലും സഹായം ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു നിർത്തുന്ന അവസ്ഥ. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന നീറ്റ് പരീക്ഷയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിത്യപരിഹാരം കണ്ടെത്താതെ കുട്ടികളെ ഹരാസ് ചെയ്യുകയും അവരെ കൂടുതൽ നിർവീര്യമാക്കുകയും ചെയ്യുന്ന തെറ്റായ നടപടികളുമായി മാനവ വിഭവശേഷി മന്ത്രാലയം, അതായത് CBSEയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എന്ത് വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യേണ്ട വ്യക്തിയായ ധർമ്മേന്ദ്ര പ്രധാൻ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇത് മുമ്പെങ്ങും കാണാത്ത വിധത്തിലാണ്. ഇതിനേക്കാൾ ഏറ്റവും മോശമായ രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ രാജ്യത്ത് അവൈലബിൾ ആകുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ മായം ചേർക്കൽ, അത് കേന്ദ്ര സർക്കാരിന്റെ പരിപൂർണമായ അനുമതിയോടുകൂടി അനധികൃതമായ മായം ചേർക്കൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന രീതിയിലേക്കാണ്. നിതിൻ ഗഡ്കരിക്ക് എതിരെയും അതുപോലെ പെട്രോളിയം മന്ത്രാലയത്തിനെതിരെയും ഒക്കെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുകയാണ്. മുമ്പ് എന്നും ഇല്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങൾ പല മന്ത്രിമാരും കഴിഞ്ഞ കുറെ നാളുകളായി നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പരിപൂർണമായി പറഞ്ഞാൽ ഇന്ത്യയിലെ പൊതു ഭക്ഷ്യ വിതരണ വകുപ്പായിരുന്നാലും ഇവിടുത്തെ പെട്രോളിയം വകുപ്പായിരുന്നാലും ഇവിടുത്തെ മാനവ വിഭവശേഷി വകുപ്പായിരുന്നാലും ധനകാര്യ വകുപ്പായിരുന്നാലും പരിപൂർണമായി സമ്പൂർണമായ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിൽ ഏറ്റവും ദുരിതത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇത് കൃത്യമായി BJP സർക്കാരിന് തിരിച്ചടിയാകും. ദേശീയ തലത്തിൽ ഇത് വലിയ തോതിൽ ചർച്ചയാക്കാൻ, ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ താഴെ തട്ടിൽ വരെ എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും അനുയോജ്യമായ സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ വീഴും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് അർത്ഥവാക്യമായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിന് അനുസൃതമായിട്ടുള്ള സമര പരിപാടികളും പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കണം. ചിന്തൻ ശിവർ പോലുള്ള പരിപാടികൾ മാത്രം സംഘടിപ്പിച്ചാൽ പോരാ, ജോഡോ യാത്ര സംഘടിപ്പിച്ചാൽ പോരാ, ദേശീയ പ്രക്ഷോഭങ്ങൾ അടിക്കടി സംഭവിച്ചാൽ മാത്രമേ രാജ്യം ഉണരുകയുള്ളൂ.